നമസ്കാരം. ഓരോ ശിവഭക്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രദോഷ തിഥി. ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത്. മാസത്തിൽ 2 പ്രദോഷം വരുന്നു. കറുത്ത പക്ഷത്തിലേതും വെളുത്ത പക്ഷത്തിലേതും. വ്രതനിഷ്ഠകളോടെ മഹാദേവനെ ഉപാസിക്കുന്നവർ 2 പ്രദോഷവും നോക്കി വരുന്നതുമാണ്. പ്രധാനമായും പ്രദോഷവ്രതം കുടുംബത്തിന് സൗഖ്യം, ഭാര്യാഭർത്തൃ സൗഖ്യം വന്നു ചേരുന്നതിനും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ, ജാതക ദോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ, ആയുസ് വർദ്ധിക്കുവാൻ എന്നിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 12 മാസം നിങ്ങൾ തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അവർക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലമായി വന്നു ചേരുക. പൊതുവെ വാക്കിന്റെ അർത്ഥമനുസരിച്ച് പ്രദോഷം എന്ന പ്രയോഗം അസ്തമയ സന്ധ്യ എന്ന് വിവർത്തനം ചെയ്യാം. പദങ്ങളെ പിരിക്കുമ്പോൾ പ്ര എന്നാൽ ഇല്ലാതെയാക്കുന്നത് എന്നർത്ഥം. ദോഷ എന്നാൽ അഥവാ ദോഷ എന്ന വാക്കിന് രാത്രി എന്നും ദോഷത്തെ ഇല്ലാതാക്കുന്നത് എന്നും പ്രദോഷം എന്ന പദം കൊണ്ട് അർത്ഥം കൽപ്പിക്കാം. രാത്രിയുടെ പ്രാരംഭം അസ്തമനത്തിന് മുൻപ് 3.25 നാഴിക വരെയുള്ള ഒരു യാമമാണ് പ്രദോഷം. നാളെ ഈ വർഷത്തെ അവസാന കുബേര പ്രദോഷമാകുന്നു. നാളെ ഇതിനാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ ഒഴിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് പൂജാ സമയത്തെക്കുറിച്ചാകുന്നു. നാളെ വൈകുന്നേരം, അതായത് നവംബർ 28 വൈകുന്നേരം പ്രദോഷ സമയം വരുന്നത്, അഥവാ പ്രദോഷത്തിന്റെ പൂജാ മുഹൂർത്തം വരുന്നത് സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 8:30 വരെയുള്ള സമയത്താകുന്നു. ഈ സമയം നിങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ വിശേഷമായ കാര്യമാകുന്നു. പ്രദോഷ സന്ധ്യയിൽ ശിവക്ഷേത്രത്തിൽ നിൽക്കുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാകുന്നു. ഭഗവാന്റെ നടയിൽ നിൽക്കുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. അതിനാൽ ഈ സമയം ക്ഷേത്ര ദർശനം ഏറ്റവും വിശേഷം തന്നെയാകുന്നു. നാളെ ഈ 2 മണിക്കൂർ 29 മിനിറ്റ് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധിയാണ് ഫലമായി വന്നു ചേരുക. ശരിയായ രീതിയിൽ തന്നെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം പ്രധാനമായും ശിവ കുബേര മന്ത്രം, അതായത് കുബേരനെ സമ്പത്തിന്റെ അധിപനാക്കി മാറ്റിയ സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതായ മന്ത്രം. ഈ മന്ത്രം നിങ്ങൾ 108 രൂപ ജപിക്കുക. 1 രൂപ കയ്യിൽ കരുതിയതിനു ശേഷം അല്ലെങ്കിൽ അരിയിൽ നാണയം സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ സമർപ്പിച്ച് പറയുക. ശേഷം ഈ നാണയം പേഴ്സിൽ അല്ലെങ്കിൽ വടക്ക് ദിശയിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. മന്ത്രം ഇപ്രകാരമാണ്: ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ഓം ഹ്രീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമഃ എന്നാണ് മന്ത്രം. ഈ മന്ത്രം തീർച്ചയായും നാളെ നിങ്ങൾ ജപിക്കുക. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം: ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ഓം ഹ്രീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമഃ എന്നാണ് മന്ത്രം. ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. 108 തന്നെ ഈ മന്ത്രം ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരീരശുദ്ധി, മനഃശുദ്ധി നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ആർത്തവമുള്ളവരും അതേപോലെ തന്നെ പുലവാലായ്മ ഉള്ളവരും ഈ മന്ത്രജപം പാടുള്ളതല്ല.
ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ സമയത്ത് പ്രത്യേകിച്ചും ഭഗവാന് ഇന്നേ ദിവസം നടത്തേണ്ടതായ ആ വിശേഷപ്പെട്ട വഴിപാടിനെക്കുറിച്ചും മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. നാളെ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ വിഭൂതി വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ലഘുവായ മറ്റൊരു മന്ത്രം കൂടി നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ആ മന്ത്രം ഇപ്രകാരമാണ്: ഓം ഐശ്വരേശ്വരായ നമഃ, ഓം ഐശ്വരേശ്വരായ നമഃ, ഓം ഐശ്വരേശ്വരായ നമഃ. ഈ മന്ത്രം നിങ്ങൾ 108 ജപിക്കുക. ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ജപിക്കാവുന്ന മന്ത്രം കൂടിയാകുന്നു. ക്ഷേത്ര ദർശന വേളയിൽ അല്ലെങ്കിൽ പൂജാ സമയം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. കൂടാതെ പഞ്ചാക്ഷരി മന്ത്രം ഈ സമയം 108 ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ സമയം നിങ്ങൾ എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് വിശ്വാസം. സമ്പൽ സമൃദ്ധി നിറയ്ക്കുന്ന മന്ത്രം തന്നെയാണ് ഇത്. ഓം നമഃശിവായ ജപിച്ചാലുള്ള വിശേഷാൽ ഫലങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി മനസ്സിലാക്കും. ആ കാര്യങ്ങൾ നിത്യവും നിങ്ങൾ ചെയ്യുക. ശിവകടാക്ഷത്താൽ നാൾക്ക് നാൾ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വർദ്ധിക്കും. നാളെ മറ്റൊരു പുഷ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വെള്ള പുഷ്പങ്ങൾക്ക് പ്രാധാന്യം ഉള്ളതുപോലെ തന്നെ നീല ശംഖുപുഷ്പത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. സാധിക്കുന്ന ഏവരും ശംഖുപുഷ്പം നാളെ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. നീല ശംഖുപുഷ്പം തന്നെ വിളക്ക് തെളിയിച്ച് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സകല ദേവതാ പ്രീതിയും നിങ്ങൾക്ക് വന്നു ചേരും. സൗഭാഗ്യങ്ങൾ നിറയും എന്നാണ് പറയുക. ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തി മടങ്ങുന്നതായ സാഹചര്യത്തിൽ അല്പം ഭസ്മം കൂടി കയ്യിൽ കരുതുന്നതും ഈ ഭസ്മം നിത്യവും നിങ്ങൾ സന്ധ്യാസമയത്ത് കുളിച്ച് ശുദ്ധിയോടെ അണിയുന്നത് ഏറ്റവും വിശേഷമാണ്. വന്നു ചേരേണ്ട അപകടങ്ങളെ പോലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. നെഗറ്റീവായ ഊർജങ്ങളെപ്പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിലെ ഏവരും നാളെ പ്രത്യേകിച്ചും ഭസ്മം സന്ധ്യാസമയം അണിയുവാൻ ശ്രദ്ധിക്കുക. ശുദ്ധിയോടെ തന്നെ അണിയണം എന്ന കാര്യവും പ്രത്യേകം ഏവരും ഓർക്കുക.